ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി മലപ്പുറത്തേക്ക് പോവുകയാണ് ട്ടോ. അപ്പൊ എന്തിനാന്നറിയാമോ? പിക്കാന്റെ ചേട്ടന്റെ മോന്റെ കൊച്ചിന്റെ ഒരു ഫംഗ്ഷൻ പോണേട്ടോ. വേറെ ഒന്നല്ല, പ്രസവിച്ച് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിയുമ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിന് പോണേണ് മലപ്പുറത്തേക്ക്. അപ്പൊ വേറെ ആരല്ല, ഇൻഫ്ലുവൻസർ ഷാരിഖിന്റെ കൊച്ചിന്റെ ഫംഗ്ഷൻ ആണ് ട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇതേ ടൂറിസ്റ്റ് ബസ്സിൽ അങ്ങോട്ട് പോണേട്ടോ. അപ്പൊ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയേക്കണേണ്. അപ്പൊ വല്ലിക്ക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിട്ടാ വണ്ടിയിൽ. ഇഡ്ഡലി, സാമ്പാർ, ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പൊ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വണ്ടി കയറാലോ എന്ന് ഓർത്തിട്ടാ. അപ്പൊ അതെല്ലാവരും കഴിക്കണേണ്. അപ്പൊ ഞാനും കഴിച്ച് കഴിഞ്ഞിട്ടാ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. ബസ്സിൽ കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നല്ല വൈബാണല്ലോ ഇങ്ങനെ ബസ്സിലെല്ലാരും കൂടി പോകുമ്പോ ഡാൻസ് കളിക്കണതൊക്കെ. അല്ലെ, അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട്. അപ്പൊ കോപ്പിറൈറ്റ് ഇട്ടുണ്ടായിരുന്ന പാട്ടൊന്നും ഇടാത്ത കേട്ടോ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീക്കാൻ തുടങ്ങിയിട്ടാ കളിക്കാനായിട്ട്. ദഹിക്കാന്റെ രണ്ടാമത്തെ പെങ്ങളായിട്ടാ ഫസ്റ്റ് കളിക്കാൻ എണീറ്റത്. പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഇറങ്ങി കളിച്ചതേ. വലിക്കാന്റെ മോളും നമ്മളെല്ലാരും കൂടി നല്ല അടിപൊളി കളിയായിരുന്നു കേട്ടാ. അപ്പൊ നമ്മള് കളിക്കണ കണ്ടപ്പോ പിന്നെ ഭാബിമാരും എല്ലാവരും കസിൻസും എല്ലാവരും ഒരുമിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പൊ ഇതേപോലെയൊക്കെ പോകുമ്പോ അല്ലേ നമുക്ക് ഇതേപോലെ വൈബില് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുള്ളൂ അല്ലെ. കണ്ട, ചെറിയ കൊച്ചു മുതല് വലിയ ആൾക്കാരെല്ലാവരും നല്ല അടിപൊളി വൈബില് ഡാൻസ് കളിയായിരുന്നു ട്ടോ. ഒരു ടൂറ് പോണ ഒരു മൂഡായിരുന്നു. അപ്പൊ അതേ ഡാൻസ് കളിച്ചമ്മ ഇവിടെ എത്തിയതേ അറിഞ്ഞില്ല കേട്ടോ. അതെ, അപ്പൊ അമീറാന്റെ വീട്ടിലെത്തി. അപ്പൊ അതെ നമ്മളെല്ലാരും കൂടി വെൽക്കം ഡ്രിങ്ക് കുടിക്കണേന്. എന്നിട്ട് അകത്തേക്ക് പോണുണ്ട്. അപ്പൊ അകത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ വളകാപ്പിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ട്ടോ. അപ്പൊ കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടാ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടാ. നല്ല വീഡിയോ ആണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും കാണണേ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അപ്പൊ അതേ ഇനി ഫംഗ്ഷൻ തുടങ്ങാൻ പോണേണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇതേ ഞാൻ കാണിച്ചു തരാട്ടോ. അതെ, അമീറത് അവിടെ ഇപ്പുണ്ട്. വാവ ഉറങ്ങണേട്ടാ, തൊട്ടിലിൽ ഉറങ്ങണേണ്. അപ്പൊ ദേ ഇവിടെ ബാബിന്റെ നാത്തുമാരും ഇത്താത്തമാരും പിന്നെ എല്ലാരും റൂമിലുണ്ട് ട്ടോ. കുറച്ചേരം ആ റൂമിലുണ്ട്, കുറച്ചേരം ഇവിടെ ഇരിക്കണേണ്. അപ്പൊ ഇനി ഫംഗ്ഷൻ തുടങ്ങുമ്പോ ഞാൻ കാണിച്ചു തരാം. വല്യാബി അപ്പൊ അരഞ്ഞാണ് ഇട്ട് കൊടുക്കാൻ പോണേട്ടോ. ആദ്യം ചരട് കെട്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അരഞ്ഞാണ് ഇട്ട് കൊടുക്കണത്. അപ്പൊ അങ്ങനെ ഓരോരുത്തര് സ്വർണ്ണം ഇടണാണ്. പിന്നെ കുറച്ചൊരു ഗിഫ്റ്റ് അങ്ങനെയാണ് ട്ടാ കൊടുക്കണത്. അപ്പൊ ഇക്കാന്റെ ഉമ്മ അതേ താള ഇട്ട് കൊടുക്കണേട്ടാ. വെള്ളിന്റെ താളയാണ് ഇട്ട് കൊടുക്കണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അമീറാന്റെ ഉമ്മ ഇടണ്ട. അങ്ങനെ ഓരോരുത്തർ ഇടണ്ട് ട്ടാ. അപ്പൊ ബാബിന്റെ ഉമ്മ വരാൻ എത്ര ദൂരെ യാത്ര ചെയ്യാൻ പറ്റാതെ കാരണം വള കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദേ ചാപ്പു ഇട്ട് കൊടുത്ത്. അതുപോലെ തന്നെ വല്ലിക്ക, പിന്നെ അതേപോലെ തന്നെ അമീറാന്റെ വാപ്പ, അമീറാന്റെ ഉമ്മച്ചി, പിന്നെ ഇത്താത്ത, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാ. അമീറാന്റെ വാപ്പിച്ചാണ് ട്ടത്. പിന്നെ ഇത് അമീറാന്റെ ഇളയാങ്ങള. അപ്പൊ അവരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാരും ഗിഫ്റ്റാണ് ട്ടോ കൊടുത്തത്. അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തപ്പോ ആദ്യം ഇത് എന്റെ ഇക്കാന്റെ മൂത്ത പെങ്ങളാണത്. എല്ലാവർക്കും അറിയാം, എന്റെ വീഡിയോസിൽ കണ്ടിട്ട് എല്ലാവരും അറിയാം. എന്നാ ഞാൻ വെറുതെ ഒന്ന് പറയണമെന്നുള്ളൂ ട്ടോ. അപ്പൊ ഫോട്ടോ എടുക്കണം കേട്ടോ. ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കണ അനുസരിച്ച് ഫോട്ടോ എടുക്കണം കേട്ടാ. അപ്പൊ അതിങ്ങനെ കോപ്പിറൈറ്റ് ഇട്ടാണ് പാട്ടിടാത്തത്. അപ്പൊ അത് അച്ഛത് ഇത് എന്റെ മൂത്ത നാത്തൂന്റെ മോളാണ് ട്ടോ. അപ്പൊ എന്റെ വീഡിയോയിൽ ചുരുക്കമാണ് ഇവള്. കാരണം ഇവളങ്ങനെ വരാറില്ല, വല്ലപ്പോഴൊക്കെ നിക്കാൻ വേണ്ടി വരുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ബാബിന്റെ ആങ്ങളുടെ മോളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ വാവിച്ച കൊച്ചിനെ പൊന്നാരിക്കണേട്ടാ. ഇക്കാന്റെ വാപ്പയാണത്. അപ്പൊ പൊന്നാരിക്കണാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ അവര് ഫാമിലി ഫോട്ടോ എടുക്കണേട്ടാ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നാക്കണാണ്. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കണേട്ടാ. അപ്പൊ അതെ ഞങ്ങൾ ഇവിടെ ഇരിക്കണം എല്ലാവരും കൂടി. അപ്പൊ നല്ല അടിപൊളി ഫുഡാണ് ട്ടാ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പൊ ഫുഡ് എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം ട്ടാ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടാ. നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു എല്ലാം. അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് എല്ലാത്തിനും കുറച്ച് ചേർത്ത് ടേസ്റ്റ് ചെയ്തിട്ടാ. സൂപ്പറാണ് ട്ടാ ഫുഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാലാന്ന് ഓർത്തിട്ട്. അപ്പൊ ഇവിടെ ഐസ്ക്രീമും
ഗുലാം ജാമൊക്കെ ദേ ഇവിടെ ഇരുന്നിട്ട് അളിയനൊക്കെ കഴിക്കാനുണ്ട്. അപ്പൊ ഞാനൊരു കഷ്ണം ഗുലാം ജാം കഴിച്ചപ്പോ നല്ല മധുരം. പിന്നെ ഞാൻ പാലട പായസം കഴിക്കാലോന്ന് ഓർത്തിട്ട് അപ്പൊ ദേ ഇവിടെ പാലട പായസം ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ദേ ഇവിടെ ഗുലാം ജാം പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് ട്ടോ. ജ്യൂസൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. അപ്പൊ ഞാന് പാലട പായസം ഉണ്ട് കഴിച്ച. ഐസ്ക്രീം ഞാൻ കഴിക്കൂല ട്ടോ. ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് പനി വരും. അതുകൊണ്ട് ഐസ്ക്രീം ഞാൻ കഴിക്കാറില്ല. അപ്പൊ എല്ലാവരും ഇതേ ഐസ്ക്രീം ഒക്കെ കഴിക്കണേണ്. അപ്പൊ ഞാൻ പാലട പായസം ഉണ്ട് കഴിച്ച. പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. പരിപ്പ് പായസം, പാലട പായസം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പായസം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അകത്തേക്ക് പോകാലോ എന്ന് ഓർത്തിട്ടാ. അപ്പൊ ഇവിടുന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുക്കാലോന്ന് ഓർത്തത്. ബാബിന്റെ ഇത്താത്തമാരും നാത്തുമാരൊക്കെ എന്നിട്ട് ഫോട്ടോ എടുക്കണട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാന്ന് ഓർത്ത്. അപ്പൊ നമ്മത് ഇപ്പുറത്ത് നിക്കണട്ട. ഞാനും ഇക്കാക്കാന്റെ മോളും ഇത്താത്താന്റെ മോളാണ് ട്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അമീറാനെ കൂടിയൊക്കെ ഫോട്ടോ എടുക്കണട്ടാ. അപ്പൊ നല്ലൊരു വൈബാണല്ലോ എല്ലാരും കൂടി കൂടുമ്പോ. അപ്പൊ ഇതേ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ആലുവയിലേക്ക് പോണേട്ടാ. ബാക്കിയുള്ളവരൊക്കെ കൊച്ചിയില്. അപ്പൊ കൊച്ചിന്നാണ് വണ്ടി എടുത്ത് എല്ലാരും വന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ആലുവയിലുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് നമ്മളെല്ലാരും കൂടി കയറി. അപ്പൊ ഇവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഈ സൈഡിൽ അവരെ ഫ്രണ്ട് ഭാഗമാണ്. കുറെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോരുത്തർ ഇങ്ങനെ നിന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ബസ്സിൽ കയറിയിട്ടാ. 3 മണി കഴിഞ്ഞ്. അപ്പൊ പിന്നെ ബസ്സിൽ കയറി കുറച്ചു നേരം എല്ലാരും ഉറങ്ങിയിട്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.